തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള കനത്ത മത്സരത്തിൽ BJP നയിക്കുന്ന NDയുടെ വിജയം എന്തായാലും അതിനിർണായകമാണ്, പ്രശംസനീയവുമാണ്. 2020 33 സീറ്റിൽ നിന്നും മാന്ത്രിക സംഖ്യയായ 50ലേക്ക് 2025 ഓടിക്കേറിയ BJPക്ക് നഗരസഭ ഇതാ വിജയതിലകം ചാർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിപക്ഷമായും അല്ലാതെയും പ്രവർത്തിച്ച BJP കൗൺസിലർമാർ നടത്തിയ പ്രശംസനീയമായ സേവനങ്ങൾക്കുള്ള പ്രതിഫലം തന്നെയാണ് ഈ 50 എന്ന മാന്ത്രിക സംഖ്യ. എന്തായാലും ചരിത്രത്തിലെ കനത്ത തോൽവിയാണ് CPM-ഉം കോൺഗ്രസും ഇതാ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. സമാനതകളില്ലാത്ത തോൽവി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആകെയുള്ള 101 വാർഡുകളിലാണ് 50 സീറ്റുകൾ BJP നേടി ഭരണം ഉറപ്പിച്ചിരിക്കുന്നത്. CPM നയിക്കുന്ന LDF-ന് 29ഉം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF-ന് 19 സീറ്റുകളും മാത്രമേ കിട്ടിയുള്ളൂ. ഒരു കാര്യം വ്യക്തമാക്കിക്കൊള്ളട്ടെ, നഗരസഭയുടെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ വെറുമൊരു ശിശു മാത്രമാണെന്നും ആദ്യം പറഞ്ഞപ്പോൾ സഖാക്കൾ ആരും കേട്ടില്ല. 5 വർഷം വേണ്ടി വന്നു അവർക്ക് ആര്യ രാജേന്ദ്രൻ ഇപ്പോഴും ബാലസംഘത്തിൽ പ്രവർത്തിക്കാനുള്ള പക്വത മാത്രമേ ഉള്ളൂ എന്നും അവരിപ്പോഴും ഒരു കുട്ടിയാണെന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ ആര്യ രാജേന്ദ്രൻ തെറിച്ചു. അടുത്ത തവണ നിയമം നോക്കി വച്ചിരിക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ 5 വർഷത്തെ മിന്നുന്ന മേയർ പ്രകടനം എന്തായാലും CPM-നൊരു പാഠമാകണം. നിയമമല്ല, തിരുവനന്തപുരം തന്നെ ആര്യയ്ക്ക് മത്സരിക്കാനായി CPM നൽകണം. അങ്ങനെ ആര്യ രാജേന്ദ്രൻ്റെ പണി തെറിച്ചു. ഇനി ബാലുശ്ശേരിയിൽ വീട്ടുജോലിയുമായി കഴിയാം. അടുത്തത് ശബരിനാഥ് കവടിയാറിൽ ജയിച്ചു. അങ്ങനെ ദിവ്യ ആയിരുന്ന IAS ഉദ്യോഗസ്ഥയുടെ ഭർത്താവിനും ജോലിയായി. തിരുവനന്തപുരത്തെ പ്രതിപക്ഷ കൗൺസിലർ. മേയർ സ്ഥാനാർത്ഥിയായി ആദ്യം കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ശബരിനാഥിൻ്റെ പേര് തന്നെയാണ്. ശബരി മേയറാകുമെന്ന തരത്തിൽ പ്രചരണവും കനപ്പിച്ചു. ഒടുവിൽ ഫലം വന്നപ്പോൾ പ്രതിപക്ഷ സ്ഥാനം LDF അടിച്ചുകൊണ്ടുപോയി. അതുപോലും കിട്ടിയില്ല. അങ്ങനെ അതും ശബരിനാഥിന് പോയി കിട്ടി. നഗരത്തിലെ സമ്പന്ന വോട്ടർമാരുടെ കേന്ദ്രമായ കവടിയാറിൽ ജയിച്ചത് തന്നെ K മുരളീധരൻ ഏറെ വീർപ്പൊഴുക്കിയിട്ടാണെന്ന് മാത്രം. സ്വന്തം വീടിരിക്കുന്ന ശാസ്ത്രമംഗലത്ത് ജയിച്ചതോ സാക്ഷാൽ BJPയുടെ ശ്രീലേഖ IPS. അങ്ങനെ ശബരിനാഥിന് ജോലി കിട്ടിയിരിക്കുന്നു അടുത്ത 5 വർഷത്തേക്ക്. ഇനി ആര്യ രാജേന്ദ്രനിലേക്ക് തിരികെ വരാം. മേയറായിരുന്നപ്പോൾ കിട്ടിയ പരീക്ഷയൊക്കെ പോയി. ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കൗൺസിലർമാർ വളഞ്ഞിട്ട് തെറി വിളിക്കുകയാണ് ആര്യയെ. ആര്യ രാജേന്ദ്രന് പാർട്ടിയേക്കാൾ വലുതാണ് താനെന്നൊരു ഭാവമുണ്ടായി എന്നാണ് വഞ്ചിയൂരിലെ CPM കൗൺസിലറായിരുന്ന ഗായത്രി ബാബു പറയുന്നത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആര്യ LDF-ന്റെ ജനകീയത ഇല്ലാതാക്കി. അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവഗണിച്ചു. ഇവയെല്ലാം ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇത്ര കനത്തിലാകുമായിരുന്നില്ല തിരിച്ചടിയെന്നും മേയർ ആര്യ രാജേന്ദ്രന് പാർട്ടിയേക്കാൾ വലുതെന്ന ഭാവവും പുച്ഛവും മുകളിലുള്ളവരെ കാണുമ്പോൾ മാത്രമുള്ള അതിവിനയവും എല്ലാം ദോഷമായെന്ന് ഗായത്രി ബാബു ആരോപിക്കുന്നു. നിലവിൽ നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു ഗായത്രി ബാബു. ഇവരുടെ അച്ഛൻ വഞ്ചൂർ P. ബാബു ആകട്ടെ വഞ്ചൂർ ഡിവിഷനിൽ നിന്നും ജനവിധി തേടി ജയിക്കുകയും ചെയ്തു. P. ബാബു എന്ന പേരിൽ അറിയപ്പെടുന്ന ഇയാൾ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി ശങ്കരൻകുട്ടി നായർ എന്ന പേര് സ്വീകരിച്ചത് ഏറെ ട്രോളുകളെയും വിളിച്ചു വരുത്തിയിരുന്നു. എന്തായാലും 2025 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJP മിന്നും വിജയത്തിലേക്ക് കയറിയപ്പോൾ ഒരാൾക്ക് ജോലി പോയി ആര്യ രാജേന്ദ്രന്, ഒരാൾക്ക് ജോലി കിട്ടി ശബരിനാഥിന്. പക്ഷേ ശബരിനാഥിന് ഏറെ കൊതിച്ചിരുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനം മാത്രം കിട്ടിയില്ല.